കേരളത്തിൻ്റെ കരുത്തിൻ്റെയും കർമ്മശേഷിയുടെയും പ്രതീകമായ കാലം കരുതി വെച്ച കർമ്മയോഗി സഖാവ് പിണറായി വിജയൻ്റെ പാദസ്പർശമേറ്റ ഈ മൈതാനം നവകേരള സരസ് മൈതാനമെന്ന് ഭാവിയിൽ അറിയപ്പെടുമ്പോൾ നമുക്കേറെ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും വക നൽകും. ശരി, മന്ത്രി പറഞ്ഞത് കേട്ടു. ഇനി മന്ത്രി ഈ ദൃശ്യങ്ങളൊന്ന് കാണുക. നിലമേൽ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അനസ് എന്ന് പറയുന്ന വ്യക്തി ഒളിമ്പിക്സിൽ മത്സരിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ള കായിക താരങ്ങളാണ് എനിക്കൊപ്പം ഉള്ളത്. അവർ പരിശീലിക്കുന്ന കണ്ടില്ലേ? അവർക്ക് കൃത്യമായി പരിശീലനം നടത്താൻ ഒരു ഗ്രൗണ്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. ഒളിമ്പ്യൻ മുഹമ്മദ് അനസ് അടക്കം 3 അന്തർദേശീയ താരങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ദേശീയ സംസ്ഥാന താരങ്ങൾ, ഇവരെല്ലാം നിലമേലിൻ്റെ മണ്ണിൽ നിന്ന് പിറവിയെടുത്തവരാണ്. നേരത്തെ സമീപത്തെ സ്വകാര്യ കോളേജിൻ്റെ ഗ്രൗണ്ടായിരുന്നു പരിശീലന കേന്ദ്രം. അവിടെ അനുമതി നിഷേധിച്ചോടെ പരിശീലനത്തിന് ഇടമില്ലാതായി. കുണ്ടും കുഴിയും നിറഞ്ഞ കയറ്റവും ഇറക്കവുമുള്ള ഈ പാതയിലൂടെയാണ് കായിക താരങ്ങൾ പരിശീലനം നടത്തുന്നത്. കുണ്ടിലും കുഴിയിലും വീണ് അവരുടെ കാലിന് ചെറിയ പരിക്കുപറ്റിയാൽ പോലും അവരുടെ കായിക ഭാവി തന്നെ അവതാളത്തിലായേക്കാം. കുന്നുകളും മലമടക്കുകളുമാണ് ഇന്നിവർ പരിശീലനത്തിനായി ഉപയോഗിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പുതിയ തലമുറയിലെ ഈ കാണുന്ന കുട്ടികൾ യൂണിവേഴ്സിറ്റി മീറ്റിലടക്കം മെഡൽ നേടി നിൽക്കുന്ന കുട്ടികളാണ്. അവർക്ക് ശരിക്കും ഒന്ന് ഓടി പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഗ്രൗണ്ട് ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ ഈ ഫീൽഡിൽ നോക്കി കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്ന കുട്ടികളെല്ലാം സ്റ്റേറ്റ് മെഡലൊന്ന് നിൽക്കുന്നവരാണ്. പക്ഷെ അവർക്ക് ഇവിടെ വിട്ടു പോകാനായിട്ട് ഇഷ്ടമല്ല. നമ്മുടെ ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. ഈ ചടയമംഗലം മണ്ഡലത്തിൽ തന്നെ നമുക്ക് നിലമേൽ ഒരു നല്ലൊരു അത്ലറ്റിക് ട്രാക്കുള്ള ഒരു സ്റ്റേഡിയം വളരെ അത്യാവശ്യമാണ്. കായിക താരങ്ങളുടെ ഭാവി അവതാളത്തിലാകാതിരിക്കാൻ ഒരു പരിശീലന കേന്ദ്രം, ഇതാണ് ഇവരുടെ ആവശ്യം. പക്ഷേ നിവേദനങ്ങൾ ഏറെ നൽകിയിട്ടും അതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നിലമേൽ എന്ന കൊച്ചി ഗ്രാമത്തിൽ ഇപ്പോഴും നല്ല ടാലന്റുള്ള കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അത്രയും പരിമിതമായ സാഹചര്യത്തിൽ ഞാൻ ഇന്ന് ഇതുവരെ എത്തിയെങ്കിൽ തീർച്ചയായിട്ടും നിലമേൽ നിന്ന് ഒട്ടനവധി കായിക താരങ്ങൾ ഇന്ത്യയിലോട്ട് ഉയർന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. ഗ്രാമപ്രദേശം നേരിടുന്ന വലിയ വെല്ലുവിളി എന്ന് പറയുന്ന ഒരു കളിസ്ഥലം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് സർക്കാരിലേക്ക് എത്തുകയും സർക്കാർ ഇതിന് വേണ്ട നടപടികൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി, പരിപാവനമായ സ്റ്റേഡിയം ഒന്നും വേണ്ട. ഒളിമ്പ്യൻ മുഹമ്മദ് അനസ് അടക്കമുള്ളവരുടെ ഈ അപേക്ഷയ്ക്ക് ഒരു പരിഹാരമുണ്ടാക്കി തന്നാൽ മതി. ക്യാമറമാൻ ഷനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.